ഹലോ ഗൈസ്, അപ്പോൾ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ എടുത്തൊരു വ്ളോഗാണ്. ഞാനിന്ന് വൈകുന്നേരം എടുത്ത വ്ളോഗാണ്. അപ്പോൾ ഡു വാച്ച്. ഞാനിതാ ഹെയർ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, ഒരു മാല ഇട്ടിട്ടുണ്ട്, കണ്ണൊന്നും എഴുതിയിട്ടില്ല, ജസ്റ്റ് മോയ്സ്ചറൈസർ ഇട്ടു, ലിപ്സ്റ്റിക് ഇട്ടു, ദാറ്റ്സ് ഓൾ. എന്നിട്ട് ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞാൻ ഔട്ട്ഫിറ്റ് ഇട്ടിരിക്കുന്നത്. കണ്ടു, ഒരു കാർഗോ ജീൻസും ഷർട്ട് പോലത്തെ ഷർട്ടോ ക്രോപ്പ് ടോപ്പ് സാധനം ഷർട്ട്. അങ്ങനെ ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തു ഗൈസ്. ഈ 2 ബാഗ് പാക്ക് ചെയ്യുമ്പോഴേക്കും കുറേ സാധനങ്ങളുണ്ട്. എല്ലാം എനിക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. 2 ദിവസത്തിന് നിൽക്കുകയാണെങ്കിലും എനിക്ക് പഠിക്കേണ്ട മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴേക്കും കണ്ടോ ഒരുപാട് സാധനങ്ങളുണ്ട്. സോ എല്ലാം ഞാൻ സ്റ്റഫ് ചെയ്തിട്ടുണ്ട്. എൻ്റെ റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും വന്നിട്ടില്ല. ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ചേച്ചി കുറച്ച് ദിവസം മുമ്പാണ് വെക്കേറ്റ് ആയത്. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ട്രെയിനിൽ പോകാനാണ് പ്ലാൻ ചെയ്ത്. ട്രെയിനിൽ നേരത്ത് ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അതാലോചിച്ചപ്പോൾ ബസ്സിന് പോകാനാക്കി. പിന്നെ 4:30 ചായ കുടിച്ചിട്ട് പതുക്കെ ഇറങ്ങാം, വെറുതെ വിശന്നിട്ട് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ മെസ്സിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് ബസ്സിന് പോകാനാക്കി പ്ലാന്. അടുത്ത പരിപാടി നമുക്ക് ഈ റൂം ലോക്ക് ചെയ്യണം. എൻ്റെ റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ. സോ റൂം ലോക്ക് ചെയ്തിട്ട് കീ ഹോൾഡറിൽ ഓഫീസിൽ നമുക്ക് കീ തൂക്കിയിടാം. അപ്പോൾ നമുക്ക് റൂം ലോക്ക് ചെയ്യാം. ഹലോ ഗായ്സ്, അപ്പോൾ ഇനി നമുക്ക് മെസ്സിൽ പോവാം. റൂം ലോക്ക് ചെയ്തിട്ട് ഞാൻ മെസ്സിലേക്കാണ് പോണത്. ചായ ഞാൻ കുടിക്കില്ല, കാരണം ചായ കൂടി നിർത്തിയിട്ട് കുറച്ചായി. ഞാൻ ചായ കുടിക്കാറില്ല. പിന്നെ സ്നാക്സ് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കും, ഇഷ്ടപ്പെട്ടാൽ കഴിക്കും. അങ്ങനെയല്ല, റെയർലി എനിക്ക് പറ്റാണ്ടായി കഴിഞ്ഞാൽ ഞാൻ കഴിക്കില്ല. ബാക്കിയുള്ള ദിവസമൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് മെനു ഒന്നും എനിക്ക് ഓർമ്മയില്ല, നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഞാൻ റൂം ലോക്ക് ചെയ്ത് ഇറങ്ങി. അപ്പോഴാണ് അപ്പുറത്തെ റൂമിൽ സൗണ്ട് ഈസൻ്റെ. അപ്പോൾ ഈസയും മെറിനെയാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. ഇതാണ് ഇസ. എന്നെ ഒരുപാട് യൂട്യൂബിൽ വീഡിയോസ് ഇടുമെന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ടാണ് ഇസ. അതുപോലെ തന്നെ മെറിന്. അപ്പോൾ ഇവർ രണ്ടുപേരും ഞാൻ വീഡിയോയിൽ കാണിച്ചതാട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ മെസ്സിലേക്കാണ് പോയത്. മെസ്സിൽ വൈകുന്നേരത്തെ പലഹാരമായിട്ട് അവിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിൽ കുഴച്ചത്, അത് പഴം ഇട്ടത് കാരണം ഞാനും കഴിച്ചു. അല്ലെങ്കിൽ എനിക്കത്ര ഇഷ്ടമില്ല. പഴവും അവിലും ആയത് കാരണം ഞാൻ കഴിച്ചു. അങ്ങനെ അത് ഞാൻ ഫുള്ളായി കഴിച്ച ശേഷം അവിടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവളോട് സംസാരിച്ച് ഞാനിങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു. അങ്ങനെ മെസ്സിൽ നിന്ന് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഓഫീസിലോട്ടാണ് പോയത്. അവിടെ നമുക്ക് കീ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കീ ഹോൾഡ് ചെയ്തതിന് ശേഷം ഒന്ന് സെക്യൂരിറ്റീനെയൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ട് പിന്നെ ബിൽഡിംഗ് നമുക്ക് ഒന്ന് കാണിച്ച് പിന്നെ നേരെ ഓട്ടോ പിടിച്ച് ശക്തൻ സ്റ്റാൻഡിലേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് ബസ് പിടിച്ചിട്ട് നമ്മൾ രാത്രിയായി ഗൈസ് പാലക്കാട് എത്താൻ വേണ്ടിയിട്ട്. പാലക്കാട് എത്തിയപ്പോഴേക്കും നല്ല അടിപൊളി മഴയായിരുന്നു. പിന്നെ ട്രാവലിംഗ് നല്ല ലാഗ് ഉണ്ടായിരുന്നു. 2.5-3 മണിക്കൂർ എടുത്തു കേട്ടോ. പിന്നെ അവിടെ നിന്നും ലാഗ് അടിച്ചിട്ടാണ് ഞാൻ വീടെത്തിയത്. അങ്ങനെ വീടെത്തിയത് നേരെ അടുക്കളയിൽ കയറി ഫുഡ് അടി തുടങ്ങി. നെയ്ച്ചോറും ബിരിയാണിയും പിന്നെ അതുപോലെ പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോളിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതാ സിസ്റ്ററിൻ്റെ ബേബി ആയിട്ട് ചുമ്മാ വീഡിയോ എടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി. പിന്നെ വീണ്ടും ചെറുതായിട്ട് പോളിംഗ് ഒക്കെ. അങ്ങനെ അത്രയേ ഉള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു സബ്സ്ക്രൈബ്. ടാറ്റാ ബൈ ബൈ.